8 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സമ്മിശ്ര കൃഷി ചെയ്ത് വിജയഗാഥ രചിച്ച ഒരു 54-കാരി. ഇന്ന് അവരെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണ് പേര്? റംലത്ത്. എന്തൊക്കെ കൃഷിയാണ് നമ്മളിവിടെ പ്രധാനമായും ചെയ്യുന്നത്? ഇവിടെ സമ്മിശ്ര കൃഷിയാണ് ചെയ്യുന്നത്. അതിൽ ആട്, കോഴി, താറാവ്, മീൻ, പോത്തുണ്ട്. പിന്നെ പച്ചക്കറികൾ, ജാതി, കുരുമുളക്, കപ്പ, മധുരക്കിഴങ്ങ്, പിന്നെ മഞ്ഞൾ, കൂവ, അങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. ഈ പ്രധാനമായിട്ടും ഈ കൃഷിയിലേക്ക് അധികം ആൾക്കാർക്ക് താല്പര്യം വരാത്ത ഒരു മേഖലയാണ്. എങ്ങനെയാണ് കൃഷിയിലേക്ക് താല്പര്യം വന്നത്? അത് ഞാൻ ഇവിടെ വരുമ്പോൾ കൃഷി ഉണ്ട്, അപ്പോൾ അതൊക്കെ കണ്ട് അതിനോട് ഇഷ്ടമായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ മീനൊക്കെ വളർത്തുന്നുണ്ടല്ലേ? ഉണ്ട്. മീന് പിന്നെ മീനുണ്ട്, ആടുണ്ട്, കോഴി, താറാവ്, പോത്ത്, പശുവില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇവർക്ക് കെയറിങ് ഒക്കെ കൊടുക്കേണ്ടി വരില്ലേ? അതുണ്ട്. അത് എൻ്റെ കൂടെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യണവരുണ്ട്. അത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ കൂടെ നിന്ന് തന്നെ അതിന് അവരും അവരെ വീട് പോലെ തന്നെയാണ് ഇവിടെ ജോലി ചെയ്യണതും എല്ലാം നോക്കണതും ഒക്കെ. ഒന്നും പറഞ്ഞു കൊടുക്കണ്ടില്ല, അതിൻ്റെ രീതിയിൽ ചെയ്തോളും. പിന്നെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത് അങ്ങനെ ഒരുപോലെ കൊണ്ടുനടക്കാൻ പറ്റണത്. ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുൻപും നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡ് കിട്ടിയത്. എന്ത് അവാർഡായിരുന്നു കിട്ടിയതെന്ന്? അത് ജൈവകൃഷിയുടെ അവാർഡായിരുന്നു. എന്ത് തോന്നി? നമ്മൾ ചെയ്തൊരു കാര്യം, നമ്മൾ കൃഷിക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒരുപക്ഷെ മാറ്റിവെച്ചെന്ന് പറയാം. അങ്ങനെ ആകുമ്പോൾ ഒരു അവാർഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. എന്താണ് അപ്പോൾ തോന്നിയത് ആദ്യം? അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്തതിൻ്റെ അത് എല്ലാവരും ഒന്ന് അത് അറിയുകയും ചെയ്യണേണ്. അപ്പോൾ എല്ലാവരും അതിലേക്ക് ജൈവകൃഷിയിലൊക്കെ എല്ലാവരും വരണം. അങ്ങനെ അതൊരു അങ്ങനെ. ഈ അവാർഡ് കിട്ടിയപ്പോൾ ആൾക്കാരൊക്കെ വിളിച്ച് സംസാരിച്ചായിരുന്നു? ഉണ്ടായിരുന്നു. എന്ത് തോന്നി അപ്പോൾ? ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് കുറച്ച് കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, സ്കൂൾ കുട്ടികളൊക്കെ. അപ്പം കുട്ടികളൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. കോളേജിൽ നിന്നും കുട്ടികളും മറ്റേ ഹൈസ്കൂളും ചെറിയ കുട്ടികളെല്ലാം വരാറുണ്ട്. പിന്നെ നിരവധിയായിട്ടുള്ള മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ നമുക്കിവിടെ വന്നപ്പോൾ ഒരു കായൊക്കെ തന്നായിരുന്നു. എന്തായിരുന്നു അത്? അത് ബറാബ. അങ്ങനെ എക്സോട്ടിക് ഫ്രൂട്ടും ഉണ്ട്, നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഫ്രൂട്ടും ഉണ്ട്. നമ്മൾ ഈ കൃഷി ചെയ്ത് ലഭിക്കുന്ന വിളവ് സാധനങ്ങൾ അത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടാണോ ഇങ്ങനെ വിൽക്കുന്നത്? അത് ഇവിടെ വന്ന് വാങ്ങും, പിന്നെ ഈ കട ഷോപ്പിൽ അങ്ങനെയും വാങ്ങും, FPOയിൽ കൊടുക്കും, അങ്ങനെ. അപ്പോൾ ഏറ്റവും അല്ലെങ്കിൽ നല്ല മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാത്ത എന്ത് വളങ്ങളാണ് പ്രധാനമായും ഈ ചെടിക്കും മറ്റും യൂസ് ചെയ്യുന്നത്? അത് ജൈവ രീതിയിലുള്ള വളം. നമ്മുടെ സമ്മിശ്ര കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആട്ടിൻ കാഷ്ടം ഉണ്ടാവും, കോഴിക്കാഷ്ടമുണ്ട്, പിന്നെ താറാവിൻ്റെ മീനെ വളർത്തുന്ന വേസ്റ്റുകൾ, അതെല്ലാം നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് അതെല്ലാം നമ്മൾ കൊടുക്കുന്നത്. നമ്മളായിട്ട് തന്നെ സ്വന്തമായിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുവാണ്. അതെ. അപ്പോൾ അതിന് പ്രത്യേകം ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ട്, നമ്മുടെ പണിക്കാർ തന്നെ എല്ലാം ചെയ്തോളും. പിന്നെ ഞാനും എല്ലാവരും കൂടി ആക്കും, കമ്പോസ്റ്റ് ആക്കിയിട്ട് തന്നെ ഇടുന്നത്. ഇപ്പോൾ എന്ത് മീൻ കൃഷിയാണ് ചെയ്യുന്നത്? ഇപ്പോൾ വരാലാണോ ഉള്ളത്? മുൻപ് വേറെ എന്തോ? നേരത്തെ തിലോപ്പി ആയിരുന്നുണ്ടായിരുന്നേ, അത് അത്ര പറ്റാത്ത കാരണം നമ്മൾ വരാലാക്കി. അപ്പോൾ അതിന് തീറ്റ കൊടുക്കുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് അതിൻ്റെ വിൽക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണ്? അത് നമ്മൾ ബൾക്കായിട്ട് ഇട്ട് കുഞ്ഞിനെ നമ്മൾ വാങ്ങിയിട്ട് അത് ഒരു 8 മാസം 10 മാസമൊക്കെ ആകുമ്പോൾ ഫിഷ് മാർക്കറ്റിൽ നമ്മളെടുത്ത് പറയും വേണമെന്ന്. അപ്പോൾ നമ്മൾ അവർ പറയണ ക്വാണ്ടിറ്റി എത്രയെന്ന് വെച്ചാൽ നമ്മൾ പിടിച്ച് കൊടുക്കലാണ്. പിന്നെ ആവശ്യക്കാർ ഇവിടെ വരുമ്പോൾ അങ്ങനെയും കൊടുക്കും. ആവശ്യക്കാർ നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ശീലമാണല്ലേ? അങ്ങനെ പറയും, തലേദിവസം പറയും വേണോട്ടോ എന്ന് വെച്ച് പറയും, എന്നിട്ട് അങ്ങനെ കൊടുക്കും. ഈ രാവിലെ സമയത്ത് നമ്മൾ ഈ കൃഷിയിടങ്ങളിലൊക്കെ നടക്കാൻ വരും പ്രത്യേക ഒരു അനുഭൂതിയായിരിക്കും അത് നമ്മൾ ചെയ്ത കൃഷി. രാവിലെ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ആരോഗ്യം ചിലപ്പോൾ മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒന്ന് ഇറങ്ങി നമ്മുടെ കൃഷിയിടത്തിലൊക്കെ ഒന്ന് നടന്നു വരുമ്പോൾ നമ്മൾ ഫ്രഷ് ആവും. അതൊരു പ്രത്യേക ഒരു സുഖമാണത്.
നമുക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്ത ഈ ഒരു കൃഷി എടുത്ത് ഇപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായതാണ്. കാരണം നല്ല തണലുണ്ട്, നല്ല രസമുണ്ട് കൂടെ നടക്കാൻ. അപ്പോൾ പറയേണ്ട കാര്യമല്ല രാവിലെ എണീറ്റ് നടക്കുമ്പോഴും അല്ലേ? അതെ, ഒരു എക്സസൈസുമാണ്, മനസ്സിനുള്ള ഒരു ഉന്മേഷവും എല്ലാം കിട്ടും. ഡെയിലി എത്ര നേരം ഈ തോട്ടത്തിലൊക്കെ സമയം ചെലവഴിക്കാറുണ്ട്? അത് കൂടുതൽ സമയം നമ്മൾ ഇതിൽ തന്നെ, തോട്ടത്തിൽ തന്നെയാണ്. വീട്ടിലുള്ള പിന്തുണയും കൂടുതലായിരിക്കും അല്ലേ? ആ ഒരു പിന്തുണ കൊണ്ടായിരിക്കും ഇപ്പൊ ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും എത്താൻ സാധിച്ചതും അവാർഡൊക്കെ കിട്ടാൻ സാധിച്ചത്. അതെ അതെ, വീട്ടിലുള്ളവർ പിന്തുണ, പിന്നെ നമ്മുടെ പണിക്കാരെ നമ്മൾ ഒട്ടും പുറകിലാക്കാൻ പറ്റില്ല, അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവരും. പിന്നെ എൻ്റെ കൊച്ചുമോനുണ്ടായിരുന്നു, മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല, ഇന്ന് വൈകിട്ട് വരെ ഉണ്ട്. മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ കൂടെ തന്നെ എല്ലാത്തിലും ഉണ്ടാവും. ചെടി നടാനും ഇപ്പം നെല്ല് നടുന്ന സമയത്തൊക്കെ അതിൽ കിടന്ന് ചെളി കിടന്ന് ഇതുപോലെ ശരിക്കും പിള്ളേർ അങ്ങനെ കളിക്കാറില്ല, മോൻ കൂടെ തന്നെ ഉണ്ടാവും, ഭയങ്കര ഇഷ്ടമാണ്. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറേ കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട് നിലവിൽ, പക്ഷേ മനസ്സിൽ ഈ ഒരു കൃഷി കൂടി ചെയ്ത് അല്ലെങ്കിൽ ഇത് കൂടി ചെയ്ത് ഇതിനെ കൂടി വളർത്തിയ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാകുമായിരുന്നു എന്ന് തോന്നിയ അങ്ങനെ വല്ല ഒരു ആഗ്രഹം കൂടി ഉണ്ടോ? ഇനിയും ഈ ഒരു കൃഷി കൂടി ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു എന്താണത്? ഇപ്പോൾ മധുരക്കിഴങ്ങ് ഞാൻ ആദ്യം ഒരു വെറൈറ്റി ആയിരുന്നു നട്ടുവെച്ച്, ഇപ്പോൾ എനിക്കത് കൂടുതൽ ചെയ്യണം ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 വെറൈറ്റി ഉണ്ട്. അങ്ങനെ മധുരക്കിഴങ്ങിൻ്റെ 5 വെറൈറ്റിയാ? ആ ഉണ്ട്. അത് എന്തൊക്കെയാ പേര്? അതിൻ്റെ പേര് 2 പേരെ എനിക്ക് അറിയുള്ളൂ, പേര് ഞാൻ പറയട്ടെ. പേര് ഓർമ്മിട്ടുന്നില്ല. മറ്റെന്തെങ്കിലും കൃഷി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ആട് കോഴി തുടങ്ങിയവയെ പോലെ തന്നെ മറ്റെന്തെങ്കിലും വളർത്തണം എന്നൊക്കെ ഇനി ആഗ്രഹമുണ്ടോ? അങ്ങനെ ഉണ്ട്. എന്താണ് ആഗ്രഹം? അത് ഇപ്പോൾ ഈ ചെയ്തത് തന്നെ കൂടുതലാക്കണം. ഇനിയിപ്പം മീനെ എനിക്ക് മറ്റേ ഗൗര മീനെ ഇടണമെന്നുണ്ട്, അങ്ങനെ പിന്നെ മറ്റേ ഇറച്ചി കോഴീനെ ഇടണം, അങ്ങനെ എന്ത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം. നിരവധിയായിട്ടുള്ള ഏകദേശം 8 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതിന് പുരസ്കാരം എന്നോണമാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡടക്കം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.